ഹായ് ഡിയേഴ്സ്, അസ്സലാമു അലൈക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ചെറിയൊരു വീഡിയോ ആണ് കേട്ടോ. ഇതിൻ്റെ ലോങ് വീഡിയോ ചെയ്തിട്ടുണ്ട്. ഗോൾഡ് പ്ലേറ്റഡിൽ വന്നിട്ടുള്ള ആങ്ക്ലെറ്റ്സിൻ്റെ കളക്ഷൻസ് ആണ് കേട്ടോ. ഇത് എത്ര സൈസ് വരുന്നത്, എത്ര റേറ്റ് വരുന്നത് എന്നൊക്കെ എന്നുള്ളത് നമ്മൾ ഡീറ്റെയിൽസ് വീഡിയോയിൽ പറയുന്നുണ്ട്. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണാൻ നോക്കുക. നമ്മൾ ഡീറ്റെയിൽസ് വീഡിയോൻ്റെ ലിങ്ക് താഴെ കൊടുക്കുന്നുണ്ട്. അതിൽ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് ഡീറ്റെയിൽസ് വീഡിയോ കാണാൻ പറ്റും കേട്ടോ. അപ്പോൾ അത് നോക്കുക, കാരണം അതിലാണ് നമ്മൾ റേറ്റും കാര്യങ്ങളും ഏതൊക്കെയാണ് മോഡൽസ് ഏതൊക്കെയാണ് അവരാൽ ഈ ഒരു ചെറിയ വീഡിയോയിൽ നമുക്ക് പറയാൻ കഴിയില്ല. കാരണം 12 പീസ് 8 സൈസ് മുതൽ 12 ഇഞ്ചിൽ വരെ അവൈലബിൾ ആയിട്ടുള്ള മോഡൽസാണ് അവൈലബിൾ ആയിട്ടുള്ളത് കേട്ടോ. 150 രൂപ മുതൽ സ്റ്റാർട്ടിങ് വന്നിട്ടുള്ള 250 260 ആ റേറ്റിൽ വരെ വന്നിട്ടുള്ള ഐറ്റംസാണ് ഉള്ളത് കേട്ടോ. അപ്പോൾ 8.5 സൈസിൽ വരുന്നുണ്ട് കേട്ടോ. 8.5 സൈസിൽ വരുന്നുണ്ട്, 12 സൈസിൽ വരുന്നുണ്ട്. എല്ലാം നമ്മുടെ അടുത്ത് അവൈലബിൾ ആണ്. ഗോൾഡ് പ്ലേറ്റഡ് ഐറ്റംസ് ആണ് കേട്ടോ. കുറേ പേര് ചോദിക്കുന്നുണ്ട്, ചില ആളുകൾക്ക് ഇത് കളർ ഫെയ്ഡ് ആകുന്നുണ്ട്. അത് എല്ലാവരും ഒരേപോലെ ആവില്ലല്ലോ, എല്ലാവരുടെ ശരീരം ഒരേപോലെ ആവില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് ചില ആളുകൾക്ക് ഈ ഒരു ഗോൾഡ് പ്ലേറ്റഡ് ഐറ്റംസ് പറ്റാത്ത റിയാക്ഷൻ വരുന്ന ആളുകളുണ്ട്. അങ്ങനത്തെ ആളുകൾ ഈ ഗോൾഡ് പ്ലേറ്റഡ് ഐറ്റംസ് ഇട്ടാൽ പെട്ടെന്ന് കളർ ഫെയ്ഡ് ആവും. പെട്ടെന്ന് പറഞ്ഞാൽ പെട്ടെന്ന് ഒരാഴ്ച പോലും നിൽക്കില്ല, പെട്ടെന്ന്. അല്ലാതെ കളർ ഫെയ്ഡ് ആണെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും കെമിക്കൽ സ്പ്രേ, ഞാൻ പറയാൻ കുറേ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്, വീണ്ടും റിപ്പീറ്റ് ചെയ്യാണ്. നാരങ്ങനീര്, സാനിറ്റൈസർ അങ്ങനത്തെ ഐറ്റംസുകളൊക്കെ ഉപയോഗിച്ച് എവിടെയെങ്കിലും തട്ടിയിട്ടാണെന്നുണ്ടെങ്കിൽ അങ്ങനെയും കളർ ഫെയ്ഡ് ആവും. അല്ലാതെ ഒരു കളർ ഫെയ്ഡ് ആകാനും ചാൻസ് ഇല്ല, കാരണം നമ്മൾ ഉപയോഗിച്ച് നോക്കിയിട്ടുണ്ട്. പിന്നെ ചില ആളുകൾക്ക് ഞാൻ പറഞ്ഞല്ലോ, അങ്ങനത്തെ ആളുകൾക്ക് മാത്രമേ ഉള്ളൂ കേട്ടോ. പിന്നെ പറയാനുള്ളത് നിങ്ങൾ നമ്മൾ പറഞ്ഞിട്ടുള്ള റേറ്റ് തന്നെ ആയിരിക്കും. പിന്നെ അതിലിനി കുറയോ, ഇത് 10 രൂപ 20 രൂപ കുറച്ചിട്ട് തരുമോ എന്നൊക്കെ ചോദിക്കാറുണ്ട്. നമ്മൾ ബൾക്ക് ക്വാണ്ടിറ്റിയിൽ എടുക്കുമ്പോൾ നമ്മൾ എന്തായാലും കൊടുക്കാറുണ്ട്. അല്ലാതെ നമ്മളൊരു ഒരു പീസ് മാത്രം എടുത്തിട്ട് അതിൽ കുറയ്ക്കുമെന്ന് ചോദിക്കരുത്. കാരണം ഞാൻ 100 രൂപ കൂടി ലാഭം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് പ്രശ്നം ഉണ്ടായിരുന്നില്ല. നമ്മൾ 100 രൂപയൊന്നും ലാഭം എടുക്കുന്നില്ല. വെറും ഈ ഗോൾഡ് പ്ലേറ്റഡ് ഐറ്റംസിലൊക്കെ 20 to 40 രൂപേൻ്റെ ഉള്ളിലാണ്. ഇതിൽ നമുക്ക് GST വരുന്നുണ്ട്, ഷിപ്പിംഗ് ചാർജ് വരുന്നുണ്ട്, ഇതെല്ലാം ഉണ്ട്. പിന്നെ ഞാനും കച്ചവടം നടത്തുന്നത് എനിക്കൊരു 10 രൂപ കിട്ടാൻ വേണ്ടിയിട്ടല്ലേ. അപ്പോൾ അതുകൊണ്ട് അതൊന്ന് നോക്കാട്ടോ. പിന്നെ ചില ആളുകൾ അതങ്ങനത്തെ പ്രശ്നമൊന്നുമില്ല, ചില ആളുകൾക്ക് മാത്രമേ ഒരു പ്രശ്നമുള്ളൂ. എന്തെങ്കിലും ഒരു ഐറ്റംസ് എടുക്കുള്ളൂ, അപ്പോൾ അതിന്ന് കുറച്ച് തരുമോ എന്നൊക്കെ ചോദിക്കലുണ്ട്. അപ്പോൾ നമുക്ക് തന്നെ ഒരു ഇടങ്ങേറാണ്. കാരണം എന്താ പറയുക, കൂടുതൽ ക്വാണ്ടിറ്റിയിൽ കുറേ സാധനങ്ങൾ എടുത്തിട്ട് അതിൽ 5 10 കുറയ്ക്കുന്ന ആണെങ്കിൽ നമുക്ക് അത് നമ്മൾ തന്നെ കൊടുക്കാറുണ്ട്, കുറച്ചിട്ട് കൊടുക്കാറുണ്ട്. 10 രൂപയ്ക്ക് ഞാൻ തന്നെ കുറച്ചിട്ട് കൊടുക്കാറുണ്ട്. അല്ലാതെ കൂടുതൽ ബൾക്ക് ക്വാണ്ടിറ്റിയിൽ അതിലും കുറച്ചിട്ട് കൊടുക്കാറുണ്ട്. എന്തെങ്കിലും അതിനെക്കൊണ്ട് അവർക്ക് എന്തെങ്കിലും കിട്ടുകയാണെങ്കിൽ കിട്ടട്ടെ എന്ന് കരുതിയിട്ട്. അല്ലാതെ ഒരു പീസൊക്കെ എടുക്കുമ്പോൾ അത് നഷ്ടമായിട്ട് വരുന്നതുകൊണ്ടാണ് പറയുന്നത് കേട്ടോ. അപ്പം അത് ഇതാർക്കെങ്കിലും മനസ്സിറങ്ങാറായിട്ടുണ്ടെങ്കിൽ സോറി, കാരണം എനിക്ക് എൻ്റെ കാര്യം ഞാൻ തന്നെയല്ലേ പറയേണ്ടത്, അതുകൊണ്ടാണ്. അപ്പോൾ ഇതാക്കണം, ഇത്രയും കളക്ഷൻസാണ് എത്തിയിട്ടുള്ള ഡീറ്റെയിൽസ് വീഡിയോ കൊടുക്കുന്നുണ്ട്. ഓക്കെ, താങ്ക്